ഗുഡ് മോർണിംഗ് കൂട്ടുകാരി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഞങ്ങളും ദേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്നാലും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ? അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഗോതമ്പ് ദോശയും അതുപോലെ ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ പണികളൊക്കെ അവിടെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മളിതേ ചോറൊക്കെ തിളച്ച് വന്നു. അതൊക്കെ ഒന്ന് ജാക്സൺ കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനും മടിയാണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതിനുള്ള കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രസമാണ് കേട്ടോ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാൻ. ചില സമയത്ത് നല്ല രസം തോന്നാറുണ്ടേ. അപ്പോൾ അതേ നമ്മൾ ചോറൊക്കെ ആയല്ലോ. ഇനി നമുക്ക് കറിക്കും ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡ്യൂട്ടി പോയിൻറ്റിൽ എന്തോ ആളെത്താത്തതിൻ്റെ പ്രശ്നത്തിൽ അങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, വർക്കിന് കുറവൊന്നുമില്ല കേട്ടോ. ഫുള്ള് ഫോണിൽ സംസാരിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ വീട്ടിലുണ്ടായിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ബീട്രൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതങ്ങനെ വെച്ചാൽ കേട് വന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് പയറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രണ്ടും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ബീട്രൂട്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പയറും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം അത് കഴുകിയെടുത്തിട്ടാണ് പിന്നെ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ കഴുകിയിട്ടില്ലേ. പയർ പിന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടും കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് പണിയും കൂടി അങ്ങോട്ട് വേഗം തീർന്നോട്ടെ എന്ന് വിചാരിച്ച് 2 ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് വേഗം 2 ഉപ്പേരിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടിലും കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് പയറുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ ഒന്ന് അവിടെ കിടന്ന് അങ്ങനെ ആവട്ടെ കേട്ടോ. 2 ഉപ്പേരിയും കൂടി ഒന്ന് ആവട്ടെ. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇതിൽ വെള്ളം വറ്റിയിട്ട് ഇത് കരിഞ്ഞു പോയി എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ വെള്ളം അങ്ങോട്ട് കുറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഓരോ അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നുള്ളി പെറുക്കി ഓരോ പണികളൊക്കെ ഉണ്ടായിരിക്കും. അതിന് വലിയ പണി എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു ടൈം, കുറച്ചെങ്കിലും ഒരു ടൈം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു പണിയായിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കുമല്ലേ. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ പിന്നെ ബക്കറ്റൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതകത്ത് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വെക്കുന്ന വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. പൈപ്പ് വെച്ചിട്ടില്ല കേട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ പഴയ ചുമരായതുകൊണ്ട് ഇനി അത് തുളച്ചാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുകയാണ് കേട്ടോ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് അവിടുന്ന് വാഷ് ബേസിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുള്ള ബക്കറ്റ് വെള്ളം ഒഴുകുന്ന സമയത്ത് നമ്മൾ വേഗം അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതൊന്നും ഞാൻ സാധാരണ കാണിക്കാറില്ല. പക്ഷേ ഞാൻ ഇന്ന് നമുക്ക് അധികം അതിൽ വീഡിയോസും കാര്യങ്ങളൊന്നും കാണിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഉൾപ്പെടുത്തി കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്നും ഇങ്ങോട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പണ്ട് അപ്പൂസിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള നിപ്പിളാണ് കേട്ടോ. അതിലവന് വെള്ളമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ലോഷൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് അതിലൊഴിച്ച് വെച്ചിട്ട് അതിന്നാണ് ഞാൻ എടുക്കണത്. പിന്നെ അതവിടെ കഴുകിയിട്ട് അത് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് പുറത്തുള്ള സൈഡിലുള്ള വെള്ളമൊക്കെ നമ്മൾ അടുക്കളയ്ക്ക് വെക്കുന്ന സമയത്ത് അവിടെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ അകത്തേക്ക് വെക്കുന്നുള്ളേ. അപ്പോൾ അങ്ങനെ അതവിടെ നിർത്തിയതിന് ശേഷം ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവർ TV കാണുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ രാവിലെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. 9 മണിയൊക്കെ ആവുന്നേ ഉള്ളേ. അപ്പോൾ വേഗം അടിച്ചു വാരി എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊരു ടൈം കിട്ടുന്ന ഒരു സമയത്താണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടിക്കും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ടേബിളിൻ്റെ അടിയിലൊക്കെ തട്ടും കേട്ടോ. മാറാലൊക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ അങ്ങനെ അതൊന്നും എന്നും ചെയ്യണതല്ല കേട്ടോ, ടേബിളിൻ്റെ അടി തട്ടലൊന്നും എന്നും ചെയ്യണതല്ലേ, ഗ്രില്ലും അതുപോലെ എപ്പോഴും നമ്മൾ ചെയ്യണതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അടിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഏതായാലും സ്കൂളൊക്കെ പൂട്ടിയല്ലോ, മനുവിൻ്റെ സ്കൂൾ പൂട്ടിയിട്ടോ. അപ്പം ഇനി ബാഗൊക്കെ ഒന്ന് ഒലിമ്പിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 10 ദിവസം നമ്മൾ സ്കൂൾ പൂട്ടിയ ഒഴിവിൽ അവന് എക്സാം ആയിരുന്ന ടൈമിൽ വേറെ ബാഗ് കൊണ്ടുപോകും കേട്ടോ, ആദ്യത്തെ ബാഗ് കൊണ്ടുപോകും. അങ്ങനെ മാറ്റിയിട്ടാണ് ബാഗ് എടുക്കണത് കേട്ടോ. കുറേ ബുക്കുള്ള സമയത്തൊരു ബാഗും കുറച്ച് ബുക്കുള്ള ഒരു സമയത്തൊരു ബാഗും അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് അവൻ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അത് അവൻ തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അതിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. അത് നമ്മൾ അധികമൊന്നും അതിന് മെനക്കെട്ടിരുന്ന് ചെയ്യൊന്നുമില്ല കേട്ടോ. കാരണം ഇതിന് മുന്നേ കുറച്ച് ദിവസം സ്കൂൾ അവധി ഉണ്ടായിരുന്ന സമയത്തും ഒലിമ്പിട്ട ബാഗാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ പുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ TV കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്പൂസ് ഇവരിന്ന് കാട് വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ കാട് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂസും ഒപ്പം കുറേ നേരമായി അവനിങ്ങനെ ചോദിക്കുന്നു കേട്ടോ, ഞാനും വരുന്നുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ അവനെ എടുത്തിട്ട് എന്നിട്ട് കാട് വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ മനു TV കാണാൻ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂസ് എപ്പോഴും കാർട്ടൂണാണ്. TV വെച്ചോ അപ്പൂസിന് കാർട്ടൂൺ വേണം കേട്ടോ. അപ്പോൾ വേറെ ഒരു പരിപാടി നമ്മൾ TVയിൽ കാണാൻ പറ്റില്ല കേട്ടോ. അതിനിടയ്ക്ക് മനു ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമയും വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ അല്ലാത്ത ടൈമിൽ നമുക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട് ഒരു TV കാണാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇവർ അംഗനവാടിയിൽ പോവലും അതുപോലെ മനുവിൻ്റെ സ്കൂളിൽ പോവലും ഉള്ള ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി തോന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കാണും വേണ്ട, നമുക്കിതൊക്കെ എല്ലാവരും ഉള്ള ടൈമിൽ മാത്രമേ നമുക്ക് TV ആയാലും കാണാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് TV കാണാനോ എന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, അവർ പോയി കഴിഞ്ഞാൽ TV കാണാൻ. പിന്നെ നമ്മളെ ബക്കറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് വെക്കാനുണ്ട്. അപ്പോഴേക്കും ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ കുറച്ച് പരിപ്പെടുത്തിട്ട് പുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പുതിർന്ന് കഴിഞ്ഞ ആ ഒരു ടൈമിൽ നമ്മളത് കുക്കറിലേക്ക് വെച്ചിട്ട് ഒരു 2 വിസിൽ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മുരിങ്ങയുടെ കൊമ്പൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് അതിൽ നിന്നാണ് നമ്മൾ മുരിങ്ങയൊക്കെ ഊരിയെടുത്തു. അങ്ങനെ അതൊക്കെ ആയതിന് ശേഷം നമ്മളിത് കുക്കറൊക്കെ ഓണാക്കിയിട്ട് നമ്മളെ പരിപ്പിലേക്ക് മുരിങ്ങ നന്നാക്കിയതും കൂടെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇനി അതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് തിളക്കിയിട്ട് 2-3-4 ദിവസം ഞാനിതിനെ കൊണ്ട് താളിപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങയൊക്കെ അരച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതവിടെ ആവട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇവിടെ ഇത് കാട് വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ വാഴക്കൊല 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആയിട്ടുള്ള കൊല വേഗം മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അപ്പൂസ് അവിടെ ഇരുന്നിട്ട് കാട് വെട്ടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ വാഴക്കൊല അവിടെ ഇനി കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മളിത് തേങ്ങയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിത് മുരിങ്ങ ഒരുപാട് മുരിങ്ങ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലവണ്ണം തിളപ്പിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ മുരിങ്ങ വേഗം വേവും കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങ കറിയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വാരിയിട്ടതിന് ശേഷം വേഗം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ബാക്ക് ഭാഗമാണ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് സംഭവം. ഞാൻ പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര പണിയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടിച്ചരിയതിന് ശേഷം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പൂസ് എത്തുമ്പോഴേക്ക് നമുക്കിതോട്ട് തുടച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ അധികം വെയിലും ഇല്ല ചൂടും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തുടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൂസ് പുറത്തായതുകൊണ്ട് ഇനിയിപ്പോൾ അത് വഴുക്കില്ലല്ലോ എന്നുള്ള പിടിച്ച് നിൽക്കണ്ട കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവനെ നേരെ കട്ടിലിൻ്റെ മുകളിലൊക്കെ കയറ്റിയിരുത്തിയിട്ടാണ് കേട്ടോ തുടയ്ക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതേ വേഗം നമുക്ക് തുടക്കലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 11 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളത് കഴിഞ്ഞപ്പോഴേക്ക് വാഴക്കൊലയൊക്കെ കൊണ്ടുവന്ന് കെട്ടി തൂക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു, നാളെ കാണാമേ, ബായ്.